സമയം 10 മണിയാവാനായി. 8 മണിക്ക് വരുന്ന താത്തത് എവിടെ? ഈ നേരം വരെയും കാണാനും ഇല്ലല്ലോ. ഇനിയിപ്പോൾ എങ്ങനെ പറയാണ്ട് ലീവ് എടുക്കുന്നുണ്ടാണാവോ? അത് വന്നില്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നമാവുമല്ലോ. വരുന്നുണ്ടോ? ഇനിയൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ച് വരുത്തിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അതത് ദിവസം വന്ന് കറക്റ്റായിട്ട് വന്നുള്ള പണികൾ ചെയ്തിട്ട് പോകാൻ എന്തത്ര മടി. ആ ഫോൺ എവിടെ വെച്ചിക്കണ്? വിളിച്ചിട്ട് ഇനി ഫോൺ എടുക്കണം. കല്യാണത്തിന് കയ്യാത്ത പണികൾ കഴിഞ്ഞ വേഗം കല്യാണത്തിന് പോകായിരുന്നു. കുടുംബത്തിൽ കല്യാണമല്ലേ. ഞാൻ ഇത്താടെ വീട്ടിൽ നിന്നാ വിളിക്കണേ. എന്തോട് നേരം അടിക്കും. ഇതെന്ത് എടുക്കാത്ത? ആ ഹലോ, താത്തല്ലേ? ആ ഹലോ, എന്താ മോളെ വിളിച്ച്? അത് നിങ്ങളെവിടെ? നിങ്ങളെന്താ ഈ നേരം വരെയും വീട്ടിലേക്ക് വരാത്തത്? നിങ്ങളെന്ത് ദിവസവും വിളിച്ചു വരുത്തണ പണിക്ക് വേണ്ടിയിട്ട്? അയ്യോ മോളെ, ഞാൻ ഇന്ന് ലീവാണെന്ന് ഞാൻ ഉമ്മാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടാണ് ലീവാക്കിയത്. അത് ശരി, ഉമ്മാന്റെ അടുത്ത് ലീവിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഉമ്മയാണ് നിങ്ങൾക്ക് ദിവസവും കൂലി തന്നുകൊണ്ടിരിക്കുന്നത്. ഞാനല്ലേ മാസം പൈസ എണ്ണി തരുന്നത്. അപ്പൊ ഇന്റെ അടുത്തല്ലേ ഒരു വാക്കുകൾ പറയേണ്ടത്. ഇതെന്താ പറയാണ്ട് ലീവ് എടുത്തിട്ട് നിങ്ങളെ തോന്നിയ മാതിരി കാണിച്ചുകൊണ്ടിരിക്കണ്? എന്തിനാ മോളെ എങ്ങനെയൊക്കെ പറയണേ? ഞാന് കുടുംബത്തൊരു കല്യാണം ഉള്ളതല്ലേ. അപ്പൊ ഞാൻ ഉമ്മാട് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ലീവ് എടുത്തത്. അല്ലാണ്ട് മോളെ തന്നെ ഒരു വിലയില്ലാണ്ടോ അങ്ങനെയൊന്നും ഉമ്മ വിചാരിച്ചിട്ടില്ല മോളെ. ഉമ്മാട് പറഞ്ഞിട്ടാണ് എടുത്തത്. കുടുംബത്തെ എത്ര വലിയ കല്യാണം ഉണ്ടെങ്കിൽ ഇവിടത്തെ പണികൾ കഴിഞ്ഞിട്ട് മതി നിങ്ങളെ പോക്കൊക്കെ. അല്ലാണ്ട് പറയാണ്ട് ലീവ് എടുത്തെങ്ങാണ്ട് അവിടെ ഇരിക്കുകയല്ലേ. നിങ്ങള് വേഗം വന്നെങ്കിട്. സമയം എന്തോരോ ആയി. 8 മണിക്ക് എത്തണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ആ മോളെ, എന്നാ പിന്നെ ഞാൻ വന്നിട്ടേ എല്ലാ പണികൾ ചെയ്ത് തന്നിട്ട് ഞാൻ കല്യാണത്തിന് പൊക്കോണ്ട്. ശരി, നമ്മളെന്നാ വരാം. അത് നിങ്ങള് വർത്താനം കേട്ടാ തോന്നുന്നു എന്തോ ഇഷ്ടമല്ലാണ്ട് ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന പോലെ. വരികയാണെങ്കിൽ ഇന്ന് വായോ, അല്ലെങ്കിൽ പിന്നെ നാളെ തൊട്ട് ഇങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ടട്ടാ. ഉമ്മാന്റെ അടുത്ത് പറഞ്ഞിട്ട് പോണ ഇതൊന്നും ഇവിടെ ഇല്ല. നിന്റെ അടുത്ത് അറിയിപ്പിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ലീവ് എടുത്തോളാന്. നിങ്ങൾ വന്നേ. ഇവിടെ എല്ലാ അലങ്കോലത്തിൽ കിടക്കുന്നുണ്ട്. ഉള്ള പണികൾ ചെയ്തിട്ട് നിങ്ങൾ എങ്ങടാച്ച പോയിക്കോ. എന്നാ ശരി മോളെ, ഞാൻ അങ്ങനെ ചെയ്യാന്ന. ആ ശരി, വേഗം വരാൻ നോക്കി. മനുഷ്യന് ഇവിടെ തലവേദനിച്ചിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കായി. ശരി എന്നാ. ആ എന്താ ഈ കുട്ടി ഇങ്ങനെ പറയുന്നു? നേരത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ടില്ല. കുട്ടി അപ്പോഴേക്കും വരവൊന്നും ഉണങ്ങിയിട്ടില്ല. തുണികളെടുത്ത് വെക്കാൻ എന്നിട്ട് എടുത്ത് വെക്കാം. കല്യാണത്തിന് വന്നിട്ട് താടിയൊക്കെ ഒന്ന് സെറ്റാക്കണം. അങ്ങനെ ആകെ വൃത്തിയോട് പോലെ ഉണ്ട്. നിങ്ങളെന്താ ചെയ്യണേ? ഞാനിപ്പോ കല്യാണത്തിനൊക്കെ പോലെ മൂടിയൊക്കെ ഇതൊക്കെ സെറ്റാക്കി താടിയൊക്കെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിട്ടാ. നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കാൻ നിൽക്കുന്നത്? അവര് കല്യാണം അത്ര ദൂരം വന്ന് വിളിച്ചല്ലേ, നമുക്ക് കല്യാണത്തിന് പോട്ടെ. വേഗം ഒരുങ്ങാൻ നോക്കി പോയിട്ട്. ഞാൻ അതന്നെ പറയാൻ വരുന്നേ. അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഇത്താനോട് പറഞ്ഞിട്ടാണ് ലീവ് എടുത്തത്. കല്യാണം ഉണ്ട്, കല്യാണത്തിന് പോകുന്നു പറഞ്ഞിട്ട്. പക്ഷെ ആ മോള് ഇത്താടെ മരോള് വിളിച്ചിട്ട് ചീത്ത പറയുന്നു. അവിടുത്തെ പണികളൊക്കെ തീർത്തിട്ട് പോയാൽ മതി, നിങ്ങളിങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനൊന്ന് പോയി ചെയ്ത് കൊടുത്തിട്ട് വേഗം വരാം. നീ എന്താ പറയുക, നമ്മുടെ കുടുംബക്കാരുടെ കല്യാണം ഉണ്ടേ, നമ്മൾ തലേദിവസം പോകേണ്ട ആൾക്കാരില്ലേ. നീ ഇന്ന് പണിക്കൊന്നും പോകണ്ട. അവര് പലതും പറയും പഠിക്കുവാന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ കാര്യം നമ്മൾ കുറച്ച് നോക്കണ്ടേ. വേഗം ഒരുങ്ങാൻ നോക്ക്, പോവാൻ നോക്കാം. ഈ കല്യാണം വിട്ടിട്ട് നമുക്ക് വേറെ നോക്കിയാൽ മതി. ഇത് പണിക്കൊന്നും പോകണ്ട. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളൊക്കെ വയ്യാണ്ട് കിടക്കുമ്പോൾ ഒരുപാട് സഹായിച്ചതാണ് അവര്. അതുകൊണ്ട് അവര് വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലണ്ട. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ മോൾക്ക് അറിയില്ലല്ലോ. മോളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചുള്ള പണി വേഗം ചെയ്ത് കൊടുത്തിട്ട് വരാൻ നോക്കാം. പിന്നെ ഇത്തിരി പൈസയും ചോദിച്ചു നോക്കാം. ചിലപ്പോൾ തന്നാൽ നമുക്ക് അവിടെ വെക്കാനൊക്കെ വേണ്ടേ. പെൺകുട്ടിയുടെ കല്യാണമല്ലേ, അപ്പം എന്തെങ്കിലും കൊടുക്കാനും ആയില്ലേ. വിളിച്ചതൊന്ന് നോക്കുമ്പോൾ നല്ലത്. പോകണ്ട എടുക്കണ്ടെന്ന് പറയണ്ട. പോകണ്ടെന്ന് നമ്മൾ പോകാണ്ട് കല്യാണത്തിന് പോയാൽ പിന്നെ വന്നിട്ട് നോക്കിയിരിക്കേണ്ടി വരും. നിങ്ങൾക്കാണെങ്കിൽ വയ്യാത്തതാ. എൻ്റെ ഒരു കയ്യത്ത് വരുമാനം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കുടുംബം കഴിയണത്. അതിൻ്റെ ഇടയിൽ ആ പണിയും കളഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ മതി പറഞ്ഞാന്ന് പറയുമോ. അവർക്ക് എന്നെ അല്ലെങ്കിൽ വേറെ ആളെ കിട്ടും. എനിക്ക് ആ പണി തന്നെ ഉള്ളതേ. അല്ലെങ്കിൽ ബസ് കയറി പോകണം ഓരോന്ന് അന്വേഷിച്ചിട്ട്.
അപ്പൊ കയ്യില് എത്തും ദൂരത്തുള്ളതിന് കളയാനേ വേണ്ട. എന്തായാലും ഞാൻ പോയിട്ട് വേഗം വരാം. അപ്പോഴേക്ക് നിങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് നോക്കി ശരിയാക്കിയിരിക്കും. വന്നതൊക്കെ വെറുതല്ലേ, ഇട്ടിട്ട് വേഗം പോകാമല്ലോ, കുഴപ്പമൊന്നുമില്ല ട്ടാ. ഞാൻ പോയിട്ട് വേഗം വരാം. ഈ പോണതിലേക്ക് വിഷമമുണ്ടേ, എനിക്ക് ഇങ്ങനത്തെ വയ്യാത്തത് കൊണ്ടല്ലേ നീ പോണത്. അത് കുഴപ്പമില്ല, ഞാൻ പോകണ്ടെന്ന് തന്നെ നേരത്തെ പറഞ്ഞത്. നീ പോയി കുറച്ച് പൈസ കൂടുതൽ ചോദിച്ചു നോക്ക്. നമുക്ക് പൈസ അവർക്ക് അത്യാവശ്യമല്ലേ, വെക്കണ്ടല്ലേ. പണികൾ തീർത്തിട്ട് വേഗം വരാൻ നോക്ക്. നമുക്ക് വേഗം കല്യാണത്തിന് പോയിട്ട് വരാം. കുറച്ച് കൂടുതൽ പൈസ ചോദിച്ചു നോക്ക്, തന്നാൽ വാങ്ങിക്കുക. നമുക്ക് കൂടുതൽ വെക്കാല്ലേ, പെൺകുട്ടിയുടെ കല്യാണമല്ലേ. എന്നാ ശരി, എന്നാ നമ്മൾ ആകുമ്പോൾ ചെയ്തിട്ട് വരാം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ തുണികളൊക്കെ ഒന്ന് എടുത്തിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് അകത്തോണ്ട് വെക്കിട്ടാ. ഞാൻ അടുത്ത് വെക്ക്, റെഡിയാക്കി വെക്കാം. നീ വേഗം വന്നാൽ മതി. എന്നാ ശരി. സാരിക്കുട്ടി, തണുത്ത് പറഞ്ഞിട്ടേ ഒരു ഗ്ലാസ് ചായ വെക്കാൻ പറയാം. എനിക്ക് ഭയങ്കര തലവേദന. അതിന് അവരോട് ചെന്ന് പറയാൻ, അവര് വന്നിട്ട് വേണ്ട ശിബിക്ക. ഇന്ന് ഇങ്ങോട്ട് പോന്നിട്ട് തന്നെ ഇല്ല. വന്നിട്ടില്ലേ? ഇല്ല. അവരെ കുടുംബത്തിൽ ഏതോ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണോ, മാസം ശമ്പളം കൊടുക്കണോക്കെ ഞാൻ. എന്നിട്ട് ലീവ് എടുത്ത കാര്യം ഉമ്മാന്റെ അടുത്താണ് പറഞ്ഞേക്കുന്നത്. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഈ കല്യാണത്തിനൊക്കെ ഉള്ള പണികൾ ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വിളിച്ച് വെച്ചിട്ട് വന്നിരിക്കുക. അത് വരും ഇപ്പൊ. ശരി, നീ ഒരു ഗ്ലാസ് ചായ എടുക്കുക. എനിക്ക് തീരെ പറ്റുന്നില്ല. അതിന് ഇത്തപ്പ വരുമല്ലോ, അത് വന്നോണ്ടിരിക്കുക തന്നെയാ. അത് വന്നിട്ട് നിങ്ങൾക്ക് ചായ ചോറ് എന്താ ചോദിച്ചു തരും. എനിക്കൊന്നും വയ്യ. ശരി, ഇത്ത വന്നൊന്ന് പറയട്ടാ. ഞാൻ പറഞ്ഞോണ്ട്. മൂന്ന് വീട് കഴിഞ്ഞ് വരാനാണ് ഇപ്പൊ ഇത്ര സമയം എന്തോരായി നോക്കി നോക്കാ. എന്റെ മോളെ, അവിടെയും കൊറേ പണി ഉണ്ടായിരുന്നു. അതെ, നിങ്ങള് കല്യാണത്തിന് പോണതൊക്കെ ശരി, ഇവിടെ ഉള്ള പണികൾ തീർത്തിട്ടാണ് പോയിക്കൂടെ. അങ്ങനെ ലീവ് എടുക്കുകയാണെങ്കിൽ ഇന്നെ വിളിച്ചിട്ടല്ലേ പറയണ്ട, ഉമ്മാനെ വിളിച്ച് ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ ലീവ് എടുക്കുക. ഇത്താനെ വെറുതെ ഒന്ന് വിശേഷം ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് എൻ്റെ ഈ കാര്യം, ലീവിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, കല്യാണത്തിന്റെ. പക്ഷെ മോളോട് പറയാൻ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതാണ്. വേഗം ചെയ്യുക, മോള് പറഞ്ഞാൽ മതി. എന്താ പണികൾ ചെയ്യേണ്ടത്, പെട്ടെന്ന് തീർക്കാം. അങ്ങനെ ഇന്നോട് പറയാൻ മറന്നിട്ട് കാര്യമൊന്നുമില്ല എത്താ. ഞാനല്ലേ മാസം നിങ്ങൾക്ക് പൈസ എണ്ണി തരുന്നത്, പിന്നെ എന്നിട്ട് മറക്കാനുള്ളത്. ഇന്നെ വിളിച്ചിട്ട് വേണം ലീവിന്റെ കാര്യങ്ങളെല്ലാം പറയാൻ. ഇല്ലാണ്ട് ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും ഇവിടെ ആരും ലീവ് എടുക്കാൻ സമ്മതിക്കില്ല. നിങ്ങളുള്ള പണികൾ വേഗം നോക്കിയ, പണികൾ എന്താന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ലോഡ് പാത്രങ്ങൾ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു തുടക്കുക. വാഷിംഗ് മെഷീനിൽ അനക്കാൻ നിൽക്കണ്ട, അതിന് എന്തോ ചെറിയ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കല്ലിൽ ഇണക്കി ഇട്ടാൽ മതി. ഇതൊക്കെ തന്നെ ഉള്ളു പണികൾ. ഇത് വേഗം തീർത്തിട്ട് നിങ്ങൾ എങ്ങടാച്ച പോയിക്കോ. അതിന് മുമ്പ് ഇക്കാക്ക് ഒരു ഗ്ലാസ് ചായ വെച്ചത്, വന്നപ്പോ തൊട്ട് ചായ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വേഗം ചെയ്യും, എന്നാ പിന്നെ വേഗം പോവാ. എന്നാ മോനെ ചായ, മോൻ ചായ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. താത്ത വന്നാ? എപ്പോ വന്നപ്പോ? ഞാൻ കുറച്ചു നേരമായി മോനെ. ഒരു കല്യാണം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ സാലിക്കുട്ടി. അപ്പൊ എന്നാ പോണില്ലേ കല്യാണത്തിന്? കല്യാണത്തിന് പോണം മോനെ. ഇവിടുത്തെ പണികളൊക്കെ തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വേഗം വന്ന് പണികൾ നോക്കുക. അപ്പൊ മോന് ചായ വേണമെന്ന് ചോദിച്ചു. അപ്പൊ വെച്ചെന്ത. താത്ത ഒന്ന് കാര്യമൊക്കെ ഉണ്ട്. അവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാ. താത്ത വല്ലപ്പോഴും ഈ വീട്ടിൽ ലീവ് എടുക്കാറുണ്ടാവുക. വേണ്ടപ്പെട്ട കല്യാണം ആയതുകൊണ്ട് ഉത്തരം ചിലപ്പോ ലീവ് വേണമെന്ന് പറയണ്ടാവുക. താത്ത വേഗം ഈ പണികളൊക്കെ ചെയ്തിട്ടേ വേഗം തന്നെ പോയിക്കോ. അവളോട് ഞാൻ സംസാരിച്ചോളാം കേട്ടാ. കുഴപ്പമില്ല മോനെ, കുറച്ച് പണികൾ തന്നെ ഉള്ളൂ. എപ്പോഴും ചെയ്യുന്ന പണിയല്ലേ, വേഗം ചെയ്ത് വെച്ചിട്ട് പോവാം. മോളോ തന്നെ പറഞ്ഞു, പെട്ടെന്ന് ചെയ്ത് വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നാ താത്തന്റെ പണികൾ നോക്കിക്കോ. പിന്നെ ഈ ചായ ചോദിച്ചപ്പോ അടക്കം താത്ത വന്നിട്ട് ഇട്ടു തരാന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാത്തിനും താത്ത വേണമെന്നാ തോന്നുന്നു. ശരി താത്ത, എന്നാ ജോലി കാര്യങ്ങൾ നോക്കിട്ട് വേഗം തന്നെ കല്യാണത്തിന് പോയിക്കോട്ടാ. എന്നാ ശരി മോനെ, നമുക്ക് പണികൾ നോക്കാം. മോളെ, എന്താ കാലത്തേക്ക് ഉണ്ടാക്കണ്ട്? ഉച്ച നേരത്താണല്ലോ കാലത്തേക്ക് ഉണ്ടാക്കണത്. നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടാക്കിയ, മനുഷ്യന് വിശന്നിട്ട് പാടില്ല. എന്നാ കുറച്ച് റവ എടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി തരട്ടെ മോളെ? എന്നാ ഉപ്പുമാവെങ്കിലും ഉപ്പുമാവ്. നിങ്ങൾ പെട്ടെന്ന് അടിച്ചേരിട്ട് വേഗം ഉണ്ടാക്കാൻ നോക്കി, വിശക്കണുണ്ട്. തിരക്കിൽ തന്നെ റവ മറക്കാൻ മറന്നല്ല, വന്നതേ നേരം വൈകിട്ടാ.
അതേ മോളെ ഞാൻ അവിടെയൊക്കെ തുടച്ചാണ്. തുടച്ചിട്ട് ഇപ്പൊ തുടച്ച് കഴിഞ്ഞ് ഇതോടെ കൂടി തുടച്ചാ കഴിഞ്ഞു. അതെ, നിങ്ങൾക്ക് കല്യാണത്തിന് പോകാനുള്ള ദീർഘം ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. ഇതൊക്കെ എന്താ കിടക്കുന്നത്? നേരത്തിൽ ഒന്നും തുടച്ചിട്ടില്ല. ആർക്കോ വേണ്ടി തുടച്ചു വെക്കണ എന്തിനാ? നേരെ വൃത്തിക്കൊരു തുടച്ചത്. ഇങ്ങനെയൊന്നും അല്ലല്ലോ പണിയെടുക്കല്ലോ. ഒക്കെ ചൊവ്വിന് തന്നെയല്ലേ ചെയ്യല്. ഇന്നിപ്പോ എന്തേ കല്യാണത്തിന് പോകാനൊക്കെ സമാധാനപ്പെടിയുള്ള പണികൾ തീർത്തിട്ട് പോയിക്കോന്ന് തന്നെയല്ലേ ഞാൻ പറയണത്. ഒന്നുകൂടെ തുടച്ചത് അവിടെയൊക്കെ കാര്യമായി കിടക്കണം. നോക്ക്, അത് നല്ലപോലെ ഉരച്ച് നോക്കി മോളെ, പോണില്ല. അത് കുറേ ഉരച്ചു. ഇരുന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഉരച്ചു പോണില്ല. കുറെ ഉണ്ടായിരുന്നു, തരി പോണില്ല. ചൊവ്വിന് ചെയ്യാണെങ്കിൽ ഒക്കെ പോകും. താത്ത അതൊന്നും കൂടി മറ്റേ ലിക്വിഡ് എന്തെങ്കിലും ഒഴിച്ചിട്ട് കളയാൻ നോക്കിയേ. പണികൾ ചെയ്യണേ നോക്കി ആ ശരി, ചെയ്യാ ലിക്വിഡ് എടുത്തിട്ട് വന്നിട്ടേ അരച്ചിട്ട് ചെയ്യാം. ആർക്കോ വേണ്ടിയിട്ടുള്ള പണികൾ. വയറ് കാണണം. എന്നോട് വേഗം വരാൻ പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് കാണാനില്ലല്ലോ. കല്യാണത്തിന് പോകണ്ടല്ലേ? നേരം വൈകി ഇവിടെ എത്താം. നേരത്തെ പോകണ്ടല്ലേ നമ്മള്? നിങ്ങൾ എപ്പോൾ വന്നിട്ട് എപ്പോൾ പോകാനാണ് കല്യാണത്തിന്? ഇവിടെ പണിയെടുക്കുന്നില്ലേ സെബീന? അവരുടെ ഭർത്താവാണ് ഞാൻ. ആണോക്കാ? രാവിലെ പണിക്ക് ഞാൻ പറഞ്ഞു പോകണ്ടാണ്. അപ്പൊ കല്യാണത്തിന് അർജന്റൊരു കല്യാണത്തിന് പോണേ, ബന്ധുക്കാരുടെ കല്യാണം. അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഇനി കുറച്ച് പണിയുള്ളൂ, പോയി ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ കാണാണ്ടായപ്പോ ഞാൻ വന്നതാ വിളിക്കാനേ. വിളിച്ചു പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതേ. അപ്പൊ ഇതുവരെയായിട്ട് ഇറങ്ങിയില്ല. അപ്പൊ ഞാൻ ഇത്താലത്ത് പറഞ്ഞിരുന്നു കല്യാണം ഉണ്ടെന്നൊക്കെ. പണികളൊക്കെ വേഗം തീർത്തിട്ട് വേഗം പോയിക്കോത്താണ് ഞാൻ ഇത്താലത്ത് പറഞ്ഞതായിരുന്നു. ഇറങ്ങിയിട്ടില്ല അല്ലേ? ഇല്ല. എന്നാ പിന്നെ ഇരിക്കേ, ഞാൻ ആ ഇത്താത്തൊന്ന് പോയി പറഞ്ഞിട്ടേ ഇപ്പൊ പറഞ്ഞേക്കാം. ഇതിപ്പോ തന്നെ നേരം വൈകിയില്ല, കല്യാണമൊക്കെ കൊണ്ടല്ലേ. ഇരിക്കേ. അതേപോലെ ഉച്ചക്കുള്ള ചോറും പിന്നെ കറിയും പച്ചക്കറി അവിയലൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ സാമ്പാറാകുന്നുണ്ട്. പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ പോട്ടെ. പണികളൊക്കെ തീർന്നെന്ന് വെച്ചാൽ നിങ്ങൾ പോയിക്കോ. ഇനിയിപ്പോ ആരെ കാത്തിക്കണേ? നിങ്ങളൊന്ന് ഇറങ്ങിക്കോ. കല്യാണത്തിനൊക്കെ പോകാനുള്ളതല്ലേ നേരത്തെ. അതെ, ഞാൻ മോളോട് ഒരു കാര്യം ചോദിക്കാനാ. പക്ഷെ എനിക്ക് ഇത്തിരി പൈസ ഒരു 3000 റുപ്യ കൂടുതൽ വേണം മോളെ. ഞാൻ പണിയെടുത്ത് വിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് കൊണ്ട് തരാം. കല്യാണത്തിന് പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? 3000 രൂപ 2 ആഴ്ച മുമ്പല്ലേ എത്താ? നിങ്ങള് പൈസ കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് എന്തോ മരുന്ന് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് മേടിച്ചിട്ട് പോയി. നിങ്ങൾ ചോദിക്കുമ്പോ എടുത്ത് തരാനും ഇവിടെയും വേണ്ടേ? ഇതിപ്പോ തരാനൊന്നും ഇല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ അധികം നിർത്തി പണി ചെയ്യിപ്പിക്കാനുള്ള പൈസയോളായിട്ടുണ്ട്. അല്ല മോളെ, തന്നത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കുറേശ്ശായിട്ട് തരാന്ന് വെച്ചിട്ടാ. ഇപ്പൊ പെട്ടെന്നൊരു കല്യാണം വന്നപ്പോ അത് കുടുംബത്തെ കല്യാണമായി. അതും പെൺകുട്ടിയുടെയാ. എന്തെങ്കിലും കൊടുക്കണ്ടേ? അത് വെച്ചിട്ട് ഞാൻ മോളോട് ഇത്തിരി പൈസ കൂട്ടി ചോദിക്കാലോ എന്ന് വെച്ചിട്ട്. അതിന് നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോ എങ്ങനെ എത്താ? നമ്മള് മാസം ആവുമ്പോ 1-ാം തീയതി പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് തരാനുള്ള പൈസ ഒക്കെ തരുന്നില്ലേ? അതിൽ ഈ 2 ആഴ്ച കൂടുമ്പോ 1.5 ആഴ്ച കൂടുമ്പോ നിങ്ങൾ ഈ പൈസക്ക് ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന് എനിക്ക് അതിനനുസരിച്ചിട്ട് തരാനും പറ്റണ്ടേ? എന്റെ കയ്യിലും വേണ്ട ഇത്. ഇപ്പൊ തന്നത് ഇപ്പൊ തിരിച്ചു തരുന്നത് കടമായിട്ടൊന്നും വേണ്ട. ഇവിടെ പണിയെടുത്ത് വീട്ടിയാൽ മതി. അതിന് തന്നെ പൈസ തരുന്നത്. എന്തായാലും ഇനി കല്യാണത്തിനൊക്കെ പോവല്ലേ? എന്റെ കയ്യിൽ എത്ര ഉണ്ട് നോക്കട്ടെ, അതിനനുസരിച്ചിട്ട് തരാം. ഇവിടെ നിൽക്കാൻ ഞാൻ എടുത്തിട്ട് വരാട്ടാ. തോന്നുമ്പോ അത്ര വേണം ഇത്ര വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മേടിക്കാൻ മാത്രം അറിയാം. 3000 ഒന്നും ഞാൻ കൊടുക്കൂല. ഇവിടെ തന്നെ പേഴ്സ് വെച്ച് ഞാൻ 1000-2000 കൊടുത്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കും. അതെ ഏട്ടാ, എന്റെ കയ്യില് 3000 ഒന്നും ഇല്ല. 2000 രൂപ ഉണ്ട്. ഇത് തൽക്കാലം ഇത് കൊണ്ടേക്കോള്. ഒരു 3000 റുപ്യ എങ്ങനെ കിട്ടിയാലും താത്ത 3000 ഒക്കെ ചോദിക്കുമ്പോ വേണ്ട എന്റെ കയ്യിൽ എടുത്ത് തരാന്. ഞാനുള്ള പൈസ അല്ലേ നിങ്ങക്ക് തന്നത്. അതെടുത്ത് കൊടുക്ക് സാലിക്കുട്ടി. അങ്ങനത്തെ എന്ത് പൈസ എന്താ ചോദിക്കണ? എന്താ വെച്ചാല്
നിങ്ങൾ എന്താ പറയണ്? ഇവർക്ക് കഴിഞ്ഞ മാസത്തെ കൂലി കഴിഞ്ഞിട്ട് 2 ആഴ്ച മുമ്പ് വീണ്ടും പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേടിച്ചോണ്ടായതാ. അതൊക്കെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പതേ വന്നിട്ട് കല്യാണത്തിന് പോവാന്ന് പറഞ്ഞിട്ട് 3000 തട്ടെന്ന് പറഞ്ഞിട്ട് നിക്കണ്. ഇങ്ങനെ ചോദിക്കുമ്പോ എടുത്ത് കൊടുക്ക. എന്റെ കയ്യില് വേണ്ടേ സെബിക്ക? സാലിക്കുട്ടി എന്ത് ഇങ്ങനെ പറഞ്ഞ? അവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ലേ നമ്മളത്തെ വായി വിട്ട് ചോദിക്കുന്നത്. ഇത് മതി, സാരല്ല. ഇല്ല താത്ത ഉണ്ടെങ്കിൽ മതി. അതെ താത്താന്റെ ഇക്ക വന്നിട്ടുണ്ട്, ഹസ്ബൻഡ് പുറത്തുണ്ട്. നിങ്ങൾ എന്തിനപ്പം ഇങ്ങോട്ട് തെരഞ്ഞു വന്നത്? അതെ, കല്യാണത്തിന് നേരത്തെ പോണ്ടല്ലോ നമ്മള്. എത്ര നേരം ഞാൻ അവിടെ കാത്തിരിക്കുന്നു, കാണാണ്ടായിട്ട് വന്നതാ. ഇത്തിരി പണി കൂടുതലുണ്ടായിരുന്നു. നാളത്തെ പണിയും കൂടി ഇന്ന് തീർക്കായിരുന്നു. തന്നെയാണ് ഞാൻ അങ്ങോട്ട് വരില്ലേ? നിങ്ങളിപ്പോ എന്തിനാ വന്ന്? അപ്പൊ തന്നെ സമയം ഒരുപാടായി. ഞാൻ പൈസ ചോദിക്കാൻ വേണ്ടി പൈസ കിട്ടിയാ? ഒരു 3000 റുപ്യ കുട്ടിയോട് ചോദിച്ച് കുട്ടി 2000 റുപ്യ തന്ന്. പോരാ, നമുക്ക് എന്റെ കാലത്തെ റിങ് ഉണ്ടല്ലോ, അതുകൊണ്ട് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ ചോദിക്കാണ്ടൊന്നുമില്ല, ചോദിക്കുകയൊക്കെ ചെയ്ത് അതെന്തോ ദേഷ്യത്തിൽ ഭയങ്കര ചൂട്. അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, പ്രാന്ത് പിടിക്കില്ല. എന്താ ചെയ്യാ, നമുക്ക് ഗതിയില്ലാത്ത കാരണമല്ല. എന്നാ ശരി, എന്നാ വാ പോവാ. 2000 കൊണ്ടത് എന്ത് കഴിയാനാ? ഒരു പെൺകുട്ടിയുടെ കല്യാണമല്ലേ? ഒരു 3000, 4000, 5000 വെക്കണം. അതൊരു മര്യാദക്കൊരു 3000 വെക്കണ്ടേ? ഈ ചെലവിന് വേറെ കാശും വേണം. നീ പറഞ്ഞ പോലെ റിങ് എന്തെങ്കിലും കൊണ്ടൊരു പണയം വെക്കാം. പത്ര നേരം ഒരുപാട് വൈകുന്നു. വാങ്ങ വർത്താനം പറഞ്ഞത് നേരം പോയി നടന്നില്ല. ഞാൻ അവിടെ ഊണ് കഴിക്കുന്ന നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുക? ചോറിനാ വന്നാന്ന് വിചാരിക്കും. ഒന്ന് നിക്കുവോ? അതെ, എന്താ മോനെ വിളിച്ച്? അതാ ഇതിലേ ഒരു 3000 രൂപ ഉണ്ട്. ഇത് താത്ത വെച്ചോ. വേണ്ട മോനെ, അതൊന്നും കുഴപ്പമില്ല, തിരിച്ചു തരൊന്നും വേണ്ട. പിന്നെ അവളോട് അതൊന്നും പറയാൻ നിക്കണ്ട ട്ടാ. താത്ത പോയിട്ട് കല്യാണം കാര്യങ്ങളുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ, അതെന്താ വെച്ചാൽ ചെയ്തോ ട്ടാ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ. പണിയെടുത്തതിന്റെ കാശ് മോള് തന്നായിരുന്നു. അതൊന്നും കുഴപ്പമില്ല താത്ത, അത് കയറി വെച്ചോ. കല്യാണം ഉഷാറായിക്കോട്ടെ താ. അവള് പറഞ്ഞൊന്നും മനസ്സിൽ വയ്ക്കണ്ട ട്ടാ. താത്ത എന്തായാലും പോയിക്കോ ട്ടാ. മോനെ നാളെ വരില്ല കേട്ടാ. അത് കുഴപ്പമില്ല. ഇല്ലല്ലേ, എന്തിനാണ് ചെക്കൻ വിളിച്ചത്? അതെ, ആ കുട്ടി കുറച്ച് പൈസ തന്ന്. 2000 റുപ്യ തന്നെയല്ലേ ആ കുട്ടി തന്നത്. മോൻ വിളിച്ചിട്ട് അവളെ കാണാണ്ട് ഒരു 3000 റുപ്യ കയറ്റി തന്നു. അപ്പൊ നമുക്ക് പണയം വെക്കേണ്ട അപ്പൊ ആവശ്യമില്ല. റിങ് പണയം വെക്കണ്ട, അതിന്റെ കാലിൽ കിടന്നോട്ടെ. എന്നെ ആ ആ മോൻ വന്നിട്ട് അങ്ങനെ ഇത്താരി സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്. ചായ ചെറുത്തപ്പോഴൊക്കെ പറഞ്ഞ് ഇത്ത വന്നിട്ട് തിളപ്പിച്ച് വന്നപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതാ ഇത്ത വരട്ടെ വന്നിട്ട് തിളപ്പിച്ചായിരുന്നു. വന്നിട്ടാണ് നല്ല ചായ കുടിച്ചു. പക്ഷെ ആ കുട്ടി ഭയങ്കര സാധനം, അമ്മമാരോട് ഭയങ്കര സാധനം, വൈകിട്ട് കൊടുക്കില്ല. ശരിയെന്നാ നമുക്ക് തോന്നുമ്പോ ചോദിക്കുമ്പത്തിന് എടുത്ത് കൊടുക്കാനും ഇവിടെ വേണ്ടേ? ഇതാരാ മെയിൽ അയച്ചിക്കണ്? സാലിക്കുട്ടിക്ക് കുറച്ചൊക്കെ ഒരു മനസാക്ഷി ഉണ്ടാ. ആ താത്ത വീട്ടിലെല്ലാം പണിയെടുക്കണല്ലേ. താത്ത ഇവിടുത്തെ അടിമയൊന്നല്ലല്ലോ. നീ അതുപോലെയല്ലോ താത്താനെ പെരുമാറണത്. ഞാനാ? പിന്നെ ഞാൻ എന്താ അടിമ പോലെ കാണിച്ചിരുന്ന സെബിക്ക് പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പൊ അവരെ ഇട്ടിട്ട് എന്താ ഇവിടെ ഇട്ടിട്ട് ചിത്രവാദം ചെയ്തോണ്ടിരുന്ന. ആ താത്ത ഈ വീട്ടില് വന്ന കാലം തൊട്ടിട്ട് ഈ വീട്ടിലത്തെ എല്ലാ പണികളും ആ താത്ത തന്നെ ചെയ്യണത്. എന്തേലും ഒരു കുറവ് വെച്ചിട്ടുണ്ടാ? പിന്നെ നീ മാത്രം എന്താ താത്താന്റെ ഒരു സ്നേഹം പോലും കാണിക്കാത്തത്? അത് ശരി, ഞാൻ സ്നേഹം കാണിച്ചിട്ട് എന്താ? അവരിന്റെ അമ്മായിയാണോ ഇവിടെ വിളിച്ചു വരുത്തി വിരുന്ന് കൊടുക്കാന്? അതെ, ഇന്ന് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഒരു വൃത്തിയേ ഇല്ല. ആർക്കോ വേണ്ടി വേഗം വേഗം പണികൾ തീർത്തുകൊണ്ട് ഓടാൻ നിൽക്കണം. ഞാൻ പറഞ്ഞു നിങ്ങള് വൃത്തിക്ക് ചെയ്യാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ നിൽക്കരുത് എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനിപ്പോ നിങ്ങൾ എന്തിനാ ഈ കൊമ്പില് കയറി നിന്നിട്ട് എന്റെ അടുത്ത് ചൂടാവാൻ വരുന്നത്? ചൂടാവണതല്ല, കുറച്ചെങ്കിലും സ്നേഹത്തോടെയും സമാധാനത്തോടെയൊക്കെ ഒന്ന് പറയും. ആ താത്താക്ക് വേണമെങ്കിൽ ഇന്ന് വരേണ്ട ആവശ്യം ഉണ്ടായതില്ല കല്യാണം എന്ന് പറഞ്ഞിട്ട്. ആരുകുട്ടി എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കണം താത്താനത്ത്. ഞാൻ എന്ത് പറഞ്ഞു വെച്ച് നിങ്ങൾ ഈ വന്ന് പറയണേ? എന്തെന്ന് പോയില്ലെങ്കിൽ നാളെ തൊട്ട് വരണ്ടാന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ താത്താക്ക് വേറെ ഒരു പണിയും കിട്ടൂല എന്നുള്ള രീതിക്കാണ് താത്ത ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ വേണം. അതെ, അവരൊക്കെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയാലേ നമുക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ നിങ്ങൾ ഏത് കാലത്ത് പഠിക്കാനാ? അതുകൊണ്ട് തന്നെ നിങ്ങളെ ജീവിതം ഇങ്ങനെ ഇരിക്കണത്. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോളാം. അതെ, മനുഷ്യരെ കുറച്ച് മനുഷ്യരായിട്ട് കാണാൻ പഠിക്കേട്ടാ. എപ്പൊ നോക്കിയാലും എല്ലാം കൽപ്പിക്കണ പോലെയും തല്ലാൻ പോണ പോലെ ഇങ്ങനെ വർത്താനം പറയല്ലേ. അവസാന സമയത്ത് ഒറ്റയ്ക്കാവും. കുറച്ചൊക്കെ ഒന്ന് മനുഷ്യത്വം കാണിച്ചിട്ടേ പെരുമാറ്. മനസ്സിലായില്ലേ? അത് നല്ലതായിരിക്കും. മനുഷ്യത്വം കാണിക്കാൻ നിന്നാലേ അവരൊക്കെ നമ്മുടെ തലയിൽ കയറാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഇങ്ങോരിക്ക് ഇത് എന്തറിഞ്ഞിട്ടാണ്?